പ്രിയപ്പെട്ടവരെ, നാളെ പിറ കണ്ടാൽ കയറി വരുന്നത് ശഅബാനിൻ്റെ ആദ്യത്തെ രാവാകും. ശഅബാനിൻ്റെ ആദ്യത്തെ രാവാണെന്ന് ബോധ്യപ്പെട്ടാൽ സഡൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ, നാളത്തെ രാവിൽ പിറ കണ്ടാൽ ഓതേണ്ട സൂറത്ത്, ശഅബാൻ മുഴുവനും വിജയിപ്പിച്ചെടുത്ത് റമദാൻ നമുക്ക് നന്മയുടെ കൊയ്ത്തുകാലമാക്കണ്ടേ, അതിന് പ്രത്യേകം ഓതേണ്ട സൂറത്ത്. അതോടൊപ്പം തന്നെ 10 കാര്യങ്ങളാണ് ഇനി നമുക്ക് പഠിച്ച് ചെയ്യാനുള്ളത്, ഒരുങ്ങാനുള്ളത്. ആ ഒരുക്കങ്ങൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മുറാദുകളും ഹസ്വിലാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാറെ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാമുമായി ബന്ധപ്പെട്ടവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, നമ്മുടെ മഹബീങ്ങൾ, നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്നവർ, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, കടങ്ങൾ, രോഗങ്ങൾ എല്ലാം അല്ലാഹു നീക്കി സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നമ്മൾ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ബർസഖ്, ഖബർ ജീവിതം സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മോട് വിട പറയാൻ മണിക്കൂറുകൾ മാത്രം, നിസ്സാരപ്പെട്ട സമയങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ ആദ്യമായി എൻ്റെ നഫ്സിനോട് നിങ്ങളോടും പറയാനുള്ളത്, റജബിൻ്റെ എല്ലാ പോരിശയും ഞങ്ങൾക്ക് നീ തരണം അല്ലാഹുവേ എന്ന് നിരന്തരമായി ഖൽബ് തേടേണ്ട ഒരു ദിവസമാണ്, അല്ലെങ്കിൽ തേടേണ്ട സമയങ്ങളാണ്, മിനിറ്റുകളാണ്, മണിക്കൂറുകളാണ്. പ്രത്യേകിച്ച് റജബിൽ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ദിക്റുകൾ, ദുആകളൊക്കെ തന്നെ സജീവമാക്കേണ്ട ഒരു സന്ദർഭമാണ്. കാരണം അടുത്ത കൊല്ലം റജബ് 28 പകൽ, ഇപ്പം നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മൾ ഭൂമിക്ക് മുകളിലാണോ 6 അടി മണ്ണിൽ ഖബറിലാണോ ഒന്നും അറിഞ്ഞുകൂടാ. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന പലരും ഇക്കൊല്ലമില്ല, ഇക്കൊല്ലമുള്ള പലരും അടുത്ത കൊല്ലം ഇല്ല. ഇതാ നമ്മുടെ അവസ്ഥ. അള്ളാഹു നമുക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ഒരുപാട് റജബും ശഅബാനും റമദാനും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം റജബിൻ്റെ എല്ലാ പുരുഷയും ചോദിക്കണം. അതോടൊപ്പം പ്രിയമുള്ളവരെ, നാളത്തെ മഗ്രിബ് വാങ്കോടെ പിറ കണ്ടാൽ കയറി വരാൻ പോകുന്നത് ശഅബാനിൻ്റെ ആദ്യത്തെ രാവാണ്. ശഅബാനിൻ്റെ ആദ്യ രാവ് നമ്മിലേക്ക് കയറി വരുമ്പോൾ നിർബന്ധമായും ഇന്ന് തന്നെ നമ്മൾ ഒരുക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 7 കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെക്കണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നാളെ പിറ കണ്ടാൽ എന്താ ചെയ്യേണ്ടത്? ആദ്യമായി ശഅബാൻ എന്താണെന്നറിയണം. പരിശുദ്ധമായ ശഅബാൻ മാസം വല്ലാത്ത പോരിശിയാണ്, മഹത്വമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാനിൻ്റെ ഒരുക്കത്തിൻ്റെ 2 മാസം റജബും ശഅബാനും. അതിൽ ഒന്നാമത്തെ ഒരുക്കത്തിൻ്റെ മാസം കഴിയുന്നു, 2ാമത്തെ മാസമാണ് റമദാൻ ഒരുക്കത്തിൻ്റെ 2ാം മാസം. അപ്പോൾ റമദാൻ മുന്നൊരുക്കത്തിൻ്റെ 2ാം മാസം എന്ന നിലക്ക് വളരെ വെറൈറ്റി നിറഞ്ഞതാണ്, മഹത്വം നിറഞ്ഞതാണ് ശഅബാൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഹദീസിൽ കാണുന്നുണ്ട്, രണ്ടാമത് ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാന. റജബിൻ്റെയും റമദാനിൻ്റെയും, റജബ് നമ്മൾ വലിയ പോരിശുള്ളതായി മനസ്സിലാക്കി അതിൻ്റെ മഹത്വങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നു, ദിക്ർ ചൊല്ലുന്നു, മജ്ലിസ് പങ്കെടുക്കുന്നു, റാഹത്താകുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. റമദാനിൽ നമ്മൾ ആക്റ്റീവാണ്. ഇതിനിടയിൽ അശ്രദ്ധമായി പോകുന്ന, മൈൻഡ് ചെയ്യാതെ പോകുന്ന, ഗൗരവം മനസ്സിലാകാതെ പോകുന്ന ഒരു മാസത്തിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന, അതാണ് ശഅബാൻ. അതുകൊണ്ട് ശഅബാനെ നിങ്ങൾ വല്ലാതെ പരിഗണിക്കണമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആ ഒരു പ്രത്യേകത, ജനങ്ങൾ കൂടുതൽ പേരും മൈൻഡ് ചെയ്യാതെ, അതായത് ഏറ്റവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നിഅമത്ത് കിട്ടിയ ആളുകൾ, തൗഫീക്ക് കിട്ടിയ ആളുകൾ മൈൻഡ് ചെയ്യാതെ പോകില്ല. ചില ആളുകൾ ഇത് മൈൻഡ് ചെയ്യാതെ പോകും. ശഅബാൻ അത് വലിയ പരാജയമായി പോകും. ശഅബാൻ ഭയങ്കര വെറൈറ്റിയാണ് എന്നാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, മൂന്നാമത് തുർഫഉൽ അമാലു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അപ്പോൾ ഒരു കൊല്ലത്തിൽ കഴിഞ്ഞ റമദാനില്ലേ, കഴിഞ്ഞുപോയ റമദാൻ, കഴിഞ്ഞ വർഷം, ആ റമദാനിൻ്റെ അമലിൻ്റെ ഫയൽ, അതിൻ്റെ രേഖ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നത് എപ്പോഴാണ്? ഈ ശഅബാനിലാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൻ്റെ പോലും അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഹാജരാക്കുന്ന, സ്റ്റേറ്റ്മെൻറ്റ് ഹാജരാക്കുന്ന ഒരു മാസം ഈ കയറി വരാൻ പോകുന്ന ശഅബാൻ മാസമാണ്.
അപ്പോൾ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസം എന്ന പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ നാലാമത്ത് ശഅബാനു ശഹരി, ശഅബാൻ എൻ്റെ മാസമാണെന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വല്ലാത്ത ഇഷ്ടവും മഹബത്തും പ്രത്യേകതയും ഈ മാസത്തിനുണ്ട് എന്ന് മനസ്സിലായി. അഞ്ചാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉമ്മത്തിനെ അവിടെ നിന്നിട്ട് എങ്ങോട്ട് തിരിക്കുന്നു? കഅബയിലേക്ക്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു, എവിടെ കേന്ദ്രം കഅബയാകണമെന്ന്, നമ്മുടെ യഥാർത്ഥമായ ഖിബ്ല കഅബയാകണമെന്ന്. പരിശുദ്ധമായി ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാണ് നിസ്കരിക്കുന്നത്, അപ്പോഴും ആഗ്രഹം അങ്ങോട്ടാകണമെന്നാണ്, കഅബയിലേക്കാകണമെന്നാണ്. ആ ആഗ്രഹം പൂവണിഞ്ഞു. ഏത് മാസത്തിൽ? പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ. അതുകൊണ്ട് തഹ്വീലുൽ കഅബ, കഅബയിലേക്ക് പരിശുദ്ധമായ ഖിബ്ലയായി തിരിക്കാൻ അള്ളാഹുവിൻ്റെ ഓർഡർ വന്നു. ആറാമത്തെ പ്രത്യേകത ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സൂറത്തുൽ അഹ്സാബിലെ ഈ പരിശുദ്ധമായ സ്വലാത്ത് കൊണ്ടിട്ട് പറയുന്ന ആയത്തില്ലേ, ഈ ആയത്ത് അവതരിക്കുന്നത് ഈ ശഅബാൻ മാസത്തിലാണ് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം 700 സ്വലാത്ത് വേണമെന്ന് മഹാന്മാർ പറയുന്നു. ശഅബാനിലുടനീളം 1000 സ്വലാത്തിൽ കുറയാൻ ഒരിക്കലും പാടില്ല. ഇതൊക്കെ നമ്മൾ ഒരുങ്ങി തയ്യാർ ചെയ്ത് നിൽക്കേണ്ട പ്രധാനപ്പെട്ട അമലുകളാണ്. ഏഴാമത്തെ കേട്ടോളൂ, സഹാബത്തിൻ്റെ മുഖം മുസ്ഹഫിലായിരുന്നു ഈ മാസം മുഴുവനും. നമ്മൾ റമദാനാകാൻ നോക്കി നിൽക്കും ഖത്മു തുടങ്ങാൻ, ഓതി തുടങ്ങാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാക്കും. ഓതി എപ്പോൾ തുടങ്ങണം? പരിശുദ്ധമായ ശഅബാനിൽ. ശഅബാൻ ഖിറാഅത്തിൻ്റെ മാസമാണ്, ഖുർആനുവത്തിൻ്റെ മാസമാണ്. സഹാബത്ത് മുഖം മുസ്ഹഫിലാണെന്ന് പറഞ്ഞാൽ ചുമ്മാ മുഖം വെച്ച് കിടന്നുറങ്ങുന്നല്ല, പിന്നെ എപ്പോഴും അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ശൂലായിക്കൊണ്ടിരിക്കും. സമയം കിട്ടുമ്പോൾ ഓതിക്കൊണ്ടിരിക്കും. ഖത്മുകൾ തുടങ്ങിക്കൊണ്ടിരിക്കും. ശഅബാനിൽ തന്നെ ഖുർആനിൻ്റെ ഖിറാഅത്തിൻ്റെ മാസമാണ്. ചുമ്മാ വുളു എടുത്തിട്ട് ആ മുസ്ഹഫുകളുടെ എടുക്കൽ ഇബാദത്താണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. അതിലേക്ക് ചുമ്മാ തുറന്നു വച്ച് നോക്കൽ പുണ്യമാണ്. അത് ഓതൽ മറ്റൊരു പുണ്യമാണ്. മറ്റൊരാൾ ഓതുന്ന കേൾക്കൽ പുണ്യമാണ്. മുസ്ഹഫ് എടുത്തിട്ട് ചുമ്മാ ഒന്ന് ചുംബിച്ചു മുത്തം കൊടുത്തു, അതും സുന്നത്താണ്, പുണ്യമാണ്. മുസ്ഹഫുമായി ഒരാളിങ്ങോട്ട് വന്നു, ഒരാൾ മോനോ മോളോ ആരോ ഇങ്ങോട്ട് കയറി വന്നു മുസ്ഹഫ് കയ്യിൽ പിടിച്ചിട്ട്, അപ്പോൾ മുസ്ഹഫിന് വേണ്ടി എഴുന്നേൽക്കൽ സുന്നത്താണ്. എല്ലാം ആദരവ്. ഒരാൾക്ക് ഖുർആൻ ഓതാൻ അറിയുന്നില്ല, അല്ലെങ്കിൽ കണ്ണു പിടിക്കുന്നില്ല, അവർ മുസ്ഹഫ് എടുക്കില്ല. അപ്പോൾ പ്രായമായ കുറച്ച് വയസ്സായ ഉപ്പമാരും ഉമ്മമാരൊക്കെ മുസ്ഹഫ് തീരെ തൊടാത്തവരുണ്ട്. എന്താ കണ്ണിന് കാഴ്ചയില്ല, ഓതാറിയില്ല, ചെറുപ്പക്കാരാണ് ഓതേണ്ടതെന്ന്. വലിയ പരാജയമാണ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒതു കൊടുത്തിട്ട് മുസ്ഹഫ് എടുക്കണം, നിങ്ങൾ നോക്കണം, ആ മുസ്ഹഫിൻ്റെ എഴുത്തുകളിലേക്ക് നോക്കണം, അതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കണം. അതൊക്കെ വലിയ ഇബാദത്താണ്, അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട അമലാണ്. ഇതൊക്കെ ശഅബാനിൽ സജീവമായിട്ട് നടന്നുകൊണ്ടേയിരിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ 7 കാര്യങ്ങൾ നമ്മൾ തയ്യാർ ചെയ്തു വെക്കണം. അതോടൊപ്പം നാളെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ ആ മാസത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ദുആയില്ലേ, ദിക്റില്ലേ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു ഉസ്ദിം വ ഖൈർ ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് ആമൻതു ബില്ലാഹില്ലദി ഖലഖക് അൽഹംദുലില്ലാഹില്ലദി ദഹബ ബിശഹരി റജബ് വജാഅ ബിശഹരി ശഅബാൻ. ഈ പരിശുദ്ധമായ ദിക്ർ നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയണം. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസം മുഴുവനും ഈമാൻ സലാമത്താക്കും. ശാരീരികമായ സാമ്പത്തികമായ സലാമത്ത് രക്ഷ നമുക്ക് അല്ലാഹു തുറന്നു നൽകും. നമുക്ക് വല്ലാത്ത ഐശ്വര്യം ബർക്കത്തുണ്ടാവും, സന്തോഷവും സമാധാനം ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലും നമുക്ക് പരാജയം ഉണ്ടാവില്ല. ഈ ദിക്ർ നാളെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ഒരു വട്ടം ഓതണം. ചുമ്മാ ഓതിപ്പോയാൽ പോരാ. അല്ലാഹു ഈ മാസത്തിൻ്റെ ആദ്യ തുടക്കത്തിൽ സുന്നത്തായ സൂറത്തുൽ മുൽക്ക് ഞാൻ ഓതാൻ പോവാണ്. ആ നിയ്യത്തില്ലെങ്കിൽ ചുമ്മാ സൂറത്തുൽ മുൽക്ക് ഓതി കൂലി കിട്ടുമെന്നല്ലാതെ ഇവിടെ പ്രത്യേകമായി സുന്നത്തായ കൂലി കിട്ടില്ല. ആ കൂലി കൊണ്ടാണ് ഇനി ശഅബാൻ 30 നമ്മൾ ഒരു തട്ടുകേടുമില്ലാതെ, രോഗങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, അപകടങ്ങളില്ലാതെ റാഹത്തായി ഓടി നടക്കണ്ടേ നമുക്ക്. അതിന് ഈ സൂറത്തുൽ മുൽക്ക് നാളത്തെ പിറ കണ്ടാൽ ഉടൻ പാരായണം ചെയ്യണം, അല്ലാത്ത പോരിശയാണ്. മറ്റൊന്നാണ് പരിശുദ്ധമായ സൂറത്ത് ദുഖാൻ. സൂറത്ത് ദുഖാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യൽ, ഡെയിലി പാരായണം ചെയ്ത ഒരുപാട് പുണ്യമുള്ള സൂറത്താണ്. ഒരുപാട് കൂലിയിട്ട് മലക്കുകളുടെ പ്രത്യേക ദുആ ഉണ്ടാവും. സൂറത്ത് ദുഖാൻ ഓതിയാൽ മലക്കൾ ദുആർക്ക് നമുക്ക് വേണ്ടി എന്നോതിയാലും, പ്രത്യേകിച്ച് ശഅബാനിൻ്റെ ആദ്യ രാവ് മുതൽ സജീവമായി നമുക്ക് കഴിയുമെങ്കിൽ, പ്രത്യേകിച്ച് 15 ബറാഅത്തിൻ്റെ ആ ദിവസം വരെയെങ്കിലും ആദ്യത്തെ 8 ആയത്ത് റിപ്പീറ്റ് ചെയ്തൊരു 15 വട്ടം ഓതുന്നൊരു ശൈലി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം.
അത് ഗൗരവമുള്ള വിഷയമാണ്. അത് നമ്മൾ ഒരിക്കലും മുടക്കാൻ പാടില്ലാത്ത വിഷയമാണ്. പിന്നെ മറ്റൊന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗനാ റമളാൻ, ആ ദുആ അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ശഅബാൻ വ ബല്ലിഗനാ റമളാൻ. റജബ് കഴിഞ്ഞല്ലോ എന്ന് കരുതി ഈ ദുആയിൽ നിന്നും ഇതിനെ എഡിറ്റ് ചെയ്യാൻ പാടില്ല. ഹദീസിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് റജബിലും ശഅബാനിലും മുഴുവൻ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗനാ റമളാൻ. ഈ ദുആ ഉണ്ടാകണം, ഒരു കുറവുണ്ടാകരുത്. കാരണം റമളാനിലേക്ക് നമുക്ക് ഓടി എത്താനുള്ളതാണ് റാഹത്തോടുകൂടെ. രോഗമായിട്ട് നോമ്പ് പോകാൻ പാടില്ല. അതുകൊണ്ട് ശഅബാനിൽ ഈ ദുആ സജീവമാകണം. പിന്നെ ശഅബാൻ മാസത്തിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും 30 ദിവസവും നമ്മൾ റജബിൽ ചൊല്ലിയല്ലോ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സി ലാ യംലികു ലിനഫ്സിഹി മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. ഈ ഇസ്തിഗ്ഫാർ നമ്മുടെ തിന്മയുടെ ഏട്ട് കരിഞ്ഞു പോകാൻ റജബിൽ മാത്രമല്ല ശഅബാൻ 30 വരെ ഉണ്ട്. സജീവമായിട്ട് ഇസ്തിഗ്ഫാർ വേണം. ഇനി പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായി നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ശഅബാനിൽ കഴിയുന്നിടത്തോളം നോമ്പ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാനിൽ നോമ്പിൽ ആക്റ്റീവ് ആകുന്നത് പോലെ വേറൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷത്തു തുഹറ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ശഅബാനിൽ റാഹത്തായിട്ട് നോമ്പ്, പ്രത്യേകിച്ച് ശഅബാനിൻ്റെ ഇപ്പോൾ നാളെ പിറ കണ്ടാൽ, വ്യാഴാഴ്ച പിറ കണ്ടാൽ വെള്ളിയാഴ്ച പകൽ ഏതായിരുന്നാലും 1ൻ്റെ പകലാണല്ലോ, 1 നോമ്പുകാരാവാൻ ഭാഗ്യം. അത് വല്ലാത്ത ഭാഗ്യമാണ്. ശഅബാനിൻ്റെ ആദ്യത്തെ തുടക്കം സ്റ്റാർട്ട് തലനോമ്പ് 3 ഒരാളെടുത്താൽ അൽഹംദുലില്ലാ, അതിന് വല്ലാത്ത പോരിശയാണ് കേട്ടോ. അതിന് വല്ലാത്ത പോരിശയാണ്. ഭയങ്കരമായ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്നുണ്ട്. എവിടെയാണ് നൽകാൻ പോകുന്നത്? പരിശുദ്ധമായ ശഅബാനിൻ്റെ ആദ്യത്തെ 3 നോമ്പ്. കഴിയുമെങ്കിൽ എത്ര നോമ്പ് പിടിക്കാൻ പറ്റുമോ അത്രയും നോമ്പ് നമ്മൾ പിടിക്കണം. ശഅബാനിൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കേണ്ടതാണ്. അതിനൊക്കെ വല്ലാത്ത പോരിശ പറയുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്, അടുത്ത ക്ലാസ്സിലൊക്കെ പറയാനുണ്ട്. അപ്പോൾ നോമ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ആക്റ്റീവായി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ശഅബാനിൻ്റെ എല്ലാ ബറക്കത്തും കിട്ടും. പോരിശകൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുക തന്നെ ചെയ്യും. ഇനി പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില ദിക്റുകൾ കൂടെ മഹാന്മാർ പറഞ്ഞിരുന്നുണ്ട്. ആ ദിക്ർ പരിശുദ്ധമായ ശഅബാനിൽ പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൂലി നൽകും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശാലമായിട്ട് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഇതാണ് ദിക്ർ. ഈ ദിക്ർ പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ഒരു വട്ടമെങ്കിലും ശഅബാനിൻ്റെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് നാളെ പിറ കണ്ടു എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു വട്ടമെങ്കിലും നമ്മൾ പറയണം. ഇതെല്ലാത്തിലും കൊണ്ടുവരണം. അപ്പോൾ ഇന്ന് ശഅബാനിൻ്റെ ആദ്യ രാവാകുന്ന രാജ്യങ്ങൾ, നാടുകളുണ്ടാവും. പ്രത്യേകിച്ച് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പിറ കണ്ടു ഉസ്താദെ ഞങ്ങൾക്ക് ഒന്നായി, അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാകും. അവർക്കൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ഒരു വട്ടെങ്കിലും പറയണം. വല്ലാത്ത പോരിശ കിട്ടുന്നതാണ്. ഈ ഖൈറുകൾ നിഅമത്തുകളെല്ലാം നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം. അതിൻ്റെ എല്ലാ പോരിശയും കിട്ടണമെന്ന് ദുആർക്കണം. പ്രത്യേകിച്ച് ശഅബാൻ മാസം എന്ന് പറയുന്നത് അത് തത്ഹീറുൽ ഖൽബാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ഹൃദയശുദ്ധീകരണം അതുണ്ടെങ്കിലേ റമളാൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. റമളാൻ ചുമ്മാ കലണ്ടറിലേക്ക് വന്നിറങ്ങിയത് കൊണ്ട് റമളാൻ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. ഉണ്ടാകും. അത് ശവ്വാൽ 1 ചെറിയ പകലോടുകൂടെ തന്നെ എല്ലാം സലാം പറഞ്ഞ് പിരിയും. പിന്നെ നിസ്കാരവും ഇടപാടുകളൊന്നും ഉണ്ടാവില്ല. പിറ്റേ ദിവസം മുതൽ നമ്മൾ പഴയ ശൈലിയിലേക്ക് മാറും. എന്തുകൊണ്ട്? റമളാൻ വരേണ്ടടുത്ത് വന്നിട്ടില്ല. അതാ കാരണം. റമളാൻ എവിടെയെങ്കിലും വന്നിട്ട് കാര്യമില്ല. റമളാൻ വരേണ്ടത് വിശ്വാസിയുടെ കൽബിലാണ്. അതുകൊണ്ട് കൽബ് റമളാനാകുന്ന അള്ളാൻ്റെ വിരുന്നുകാരനെ സ്വീകരിക്കാൻ കൽബ് നന്നാകണം. ഒരു മാന്യനായ ഒരു ബഹുമാനപ്പെട്ട വ്യക്തി എവിടെയെങ്കിലും അഴുക്കിലോ നജിസിലോ മ്ലേച്ഛമായ സ്ഥലത്തോ ഇരിക്കില്ല. ഒരു മാന്യൻ നല്ല പെർഫെക്റ്റായ സ്ഥലത്തേ ഇരിക്കുള്ളൂ. അപ്പോൾ അള്ളാൻ്റെ വിരുന്നുകാരൻ വന്നാലോ? അള്ളാൻ്റെ വിരുന്നുകാരൻ എവിടെയെങ്കിലും ഇരിക്കുമോ? അത് തെളിമയുള്ള, കലർപ്പില്ലാത്ത, കറയില്ലാത്ത, അഴുക്കില്ലാത്ത, നജിസില്ലാത്ത, മോശത്തരം വൃത്തികേടില്ലാത്ത പ്യൂർ സ്ഥലത്തെ വന്നിരിക്കുള്ളൂ. അതാണ് അതിൻ്റെ മക്കായത്. അത് വിശ്വാസിയുടെ കൽബാകണമെങ്കിൽ ഹൃദയശുദ്ധീകരണം വേണം. അത് ശഅബാനിൽ നടക്കണം. തൗബ ഉണ്ടാകണം. ഇതൊക്കെ പരിശുദ്ധമായ ശഅബാൻ നാളെ പിറന്ന് കയറി വന്നാൽ നമ്മൾ ഇപ്പോൾ മുതൽ ഒരുങ്ങി നിൽക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്.
കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം. അള്ളാഹു വിജയത്തിലും സലാമത്തിലുമാക്കട്ടെ, സന്തോഷം നൽകട്ടെ. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന, മുടങ്ങാതെ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ മുഹിബ്ബീങ്ങളായ അൻവാറെ ഫജറിൻ്റെ ആത്മീയ മജ്ലിസിലും അൻവാറെ ഫജറിൻ്റെ നമ്മുടെ വിജ്ഞാനത്തിൻ്റെ കുടുംബത്തിനും ഒട്ടനവധി നാടുകളിൽ ഒട്ടനവധി മുഅ്മിനീങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ വലിയ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ പങ്കെടുക്കുന്നുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.